ഇനി ആ പഴകുറ്റി പവിത്രങ്ങാനും വരാതിരിക്കുമോ? ഹേയ്, ഇത്രയും പെൺപിള്ളേർ ഇവിടെ നിന്ന് കുളിക്കുമ്പോൾ എന്നതായാലും വരും. ഇറങ്ങിക്കോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ, സേഫ് ആണല്ലോ. ബി കെയർഫുൾ. അപകട മേഖല കഴിഞ്ഞു. ആരും നോട്ട് ചെയ്തില്ല. അത്യാവശ്യം അനുയായികളുള്ള ഒരു പാർട്ടി നേതാവ് ഇങ്ങനെ പെണ്ണുങ്ങളെ ചുറ്റിപ്പറ്റി നടക്കാന്ന് വെച്ചാ കുത്തു വെച്ചു. എനിക്ക് ചുറ്റാൻ പറ്റിയൊന്നും വേണ്ട. പിന്നെ എടാ, എനിക്ക് ഒരു ടച്ച്, ഒരേ ഒരു ടച്ച്. മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് ടച്ചണം. ടച്ചാൻ വീട്ടില് ഭാര്യ ഇല്ലേ? എടാ, ഭാര്യ ഉള്ളോണ്ടാ മറ്റാരെങ്കിലും ഒന്ന് ടച്ചാൻ തോന്നണത്. അതെ, അതൊരു മനഃശാസ്ത്രമാണ്. ഭാര്യ ഉള്ളവർക്ക് അത് മനസ്സിലാവും. അല്ല, നീ ഇപ്പൊ എന്തെടുക്കാൻ പോകുന്നു? കുളിക്കാൻ. വേണ്ട വേണ്ട വേണ്ട, നേതാവിനൊപ്പം പി എ കുളിക്കേണ്ട കാര്യമില്ല. എന്നതായാലും ഇവിടെങ്കിലും സമയത്ത് വന്നൂടെ? എടോ പഴകുറ്റി, ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു ഏട്ടായി. നോക്കടോ, ഇതാടോ പ്രൊഫഷണലിസം. റിസ്ക് എടുക്കുമ്പോ റിസൾട്ടും കിട്ടും. കുളിസീൻ തന്നല്ലോ. ആ പെണ്ണും കൂടെ ഉള്ള ഒരു കോപ്പി ഞാളിയാ. അടുത്ത ഇഷ്യൂല് ലീഡ് ആയിട്ട് വരണം. ഓക്കെ ജോണിക്കുട്ടി, എന്നേട്ടായി? പൊക്കോ പൊക്കോ. ഇതിനേക്കാൾ റിസ്ക് ഉള്ള ഒരു അസൈൻമെന്റ് കൂടി നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ആരുടെ കുളിയാളിയാ? എന്ന് പറയുന്ന കുളിയല്ലേ ജോണിക്കുട്ടി? ഹോട്ടൽ മാഡ്രിഡ് പ്ലാസയിൽ ഒരു ബാർ സിംഗർ വരുന്നു. വൺ മിസ് ഡയന ഫിലിപ്പ്. നല്ല കുട്ടിയാ. അവൾ പല VIP-കളെ മീറ്റ് ചെയ്തേക്കാം. മിസ്റ്റർ മോഹൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ജസ്റ്റ് യു ഹാവ് ടു, ദാറ്റ്സ് ഓൾ. ഓക്കെ ഏട്ടായി, വഴി വിട്ട് നടക്കുന്ന എല്ലാവരെയും നമുക്കങ്ങ് പോക്കാം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഡയാനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്നെ ഏൽപ്പിക്കില്ലല്ലേ? ഇല്ല. ഊരും പേരും അറിയാത്ത, സ്വന്തമായിട്ട് വീട് പോലും ഇല്ലാത്ത ഒരു ഫോട്ടോഗ്രാഫറെ പിടിച്ച് MD തലയെ കയറ്റി വെച്ചോളണം. എന്നിട്ട് MD ടാറ്റായി ടാറ്റായി എന്ന് വിളിക്കാൻ അനുമതിയും കൊടുത്തോ? അതേടാ, ഇവനെന്റെ അനിയന്. ഒരേ മനസ്സുള്ള അനിയൻ. നിനക്കറിയാമോ, 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നട്ടുച്ചയ്ക്ക് കോട്ടയത്ത് ഏതോ റബ്ബർ കാട്ടിൽ നിന്നും വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തൊരു 22 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് ചോദിച്ചെന്താണെന്നറിയാമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ ചേട്ടായി എന്ന്. അത് വേറെ ആയിരുന്നില്ല, ദാ ഇവനായിരുന്നു. എന്റെ പൊന്നു ചേട്ടാ, ഇതൊരു 100 തവണ 100 പേരോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലോ. ഇതെന്നാത്തിന് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്യുന്നത്? ഇനിയും റീവൈൻഡ് ചെയ്യൂടാ. ഒരു ഏട്ടൻ ഒന്നും മറക്കാൻ കഴിയില്ല. നീ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ആ ഡയാനയുടെ കാര്യം. ഇനി പറഞ്ഞാൽ തന്റെ പല്ലടിച്ചാൻ താഴെ അതിനിച്ചിരി പുളിക്കും. ഇത് ആമ്പിള്ളാർ നേരത്തെ അടിച്ചളക്കിയതാ. ഈ ഇരിക്കുന്നത് ഇപ്പൊ വൈപ്പല്ല. നോക്കിക്കോ, ഇതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൃഷ്ണേന്ദു ചാച്ചിയുടെ വിളിച്ച് പറഞ്ഞിരിക്കും. ഇല്ലെങ്കിൽ അളിയൻ ചത്തുപോട്ട്. എന്റെ പൊന്നു ചേട്ടായി, ഈ സാധനത്തിന് ഇവിടുന്ന് പറഞ്ഞു വെച്ചില്ലെങ്കിലുണ്ടല്ലോ ചേട്ടായുടെ ഉള്ള പേര് ചീത്താവേ. എന്ത് ചെയ്യാനടാ, എല്ലാ ബിസിനസ്സുകാരനും ഉണ്ടാവും ഇങ്ങനെ ഒരു തലയിലെഴുത്ത്. ഭാര്യയുടെ ബന്ധുവിനെ സഹിക്കുക. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ആഴ്ച ആത്മഹത്യ ചെയ്തില്ല ഒരു പെണ്ണ് രഞ്ജു. അവളുടെ ഒരു ഫീച്ചർ തയ്യാറാക്കണം. നാളെ രാവിലെ എയർപോർട്ടിൽ പോണം. സെൻട്രൽ മിനിസ്റ്റർ വരുമല്ലേ. പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. ഞാനും വരാം. ഇതെന്താ സർപ്രൈസ് ആയിട്ട്? നിന്റെ പരിചയത്തിലെങ്ങാനും ഒരു സെർവന്റിനെ കിട്ടുമോ? ഒരു 60-65 വയസ്സൊക്കെ ഉള്ള. ഇനി എന്തായാലും ഏജൻസിന്ന് വേണ്ട. അത് ശരി. അപ്പൊ പുതിയ ആളെയും പറഞ്ഞു കിട്ടൂല്ലേ? നിനക്ക് വട്ട, മുഴുത്ത വട്ട്. വട്ടോ? എടി, ഭർത്താക്കന്മാരുടെ മനസ്സ് കൊരങ്ങന്മാരെ പോലെ അത്രേ. എന്റെ ചെറിയമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കൊമ്പിന്ന് വേറെ കൊമ്പിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. നിന്റെ വാൽ എത്ര കൊല്ലം കുഴലിട്ടാലും നിവരാൻ പോണില്ല. അതെ, എന്റെ ചെറിയമ്മ പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ജോലി കഴിഞ്ഞ് വരുമ്പോ ദുർമുഖം കാണിക്കുക, വീട്ടില് തമാശ പറയാതിരിക്കുക, നമ്മളെ എപ്പോഴും കുറ്റം പറയുക, ഇതൊക്കെ അത്ര അകൽച്ചയുടെ സൂചനകള്. ചെറിയച്ഛൻ അങ്ങനെയായിരുന്നു അത്രേ. എന്നിട്ട് അവസാനം എന്തായി? അയൽപ്പക്കത്തുള്ള ഒരു സ്ത്രീ റാഞ്ചി അങ്ങ് കൊണ്ടുപോയി. നീ പറയാറില്ലേ, രാഹുൽ എത്ര ദൂരെ പോയാലും നിന്നെ വിളിക്കും, തമാശയൊക്കെ പറയും, നിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുമെന്ന്. ദേ, ഇതൊക്കെ വാങ്ങിച്ചതെന്ന് നിന്നെ കൊണ്ട് വ്യായാമം ചെയ്യിപ്പിക്കുന്നതെന്ന് രാഹുലിന്റെ നിർബന്ധമല്ലേ? അക്കാര്യത്തിൽ ഞാൻ ലക്കിയ. എന്റെ സന്തോഷം രാഹുലിന്റെ സന്തോഷം. 100 വയസ്സ് രാഹുലാ. ഹലോ, ഞാൻ കൃഷ്ണേന്ദനോട് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ എവിടെയാ? ചക്രേ, ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളിലാ. ഒരാഴ്ചക്ക് ശേഷം നാളെ എന്റെ ശ്രീകുട്ടിയെ കാണാൻ വരില്ലേ. എന്ത് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ മതി. അതിന് എന്ത് തന്നെയാണെങ്കിലും ഞാൻ ഇവിടെ എത്തിക്കാം. പറഞ്ഞോ? എന്ത് ഗിഫ്റ്റാ വേണ്ടെന്നൊക്കെ ചോദിച്ചാ ഇപ്പൊ ഷോപ്പിലാണെന്നല്ലേ പറഞ്ഞത്? അവിടെ ഇപ്പൊ തൊട്ടടുത്ത് എന്താ ഉള്ളത്? തൊട്ടടുത്ത് എന്ത്
പെൻ നല്ല സോഫ്റ്റ് സ്വീറ്റ് ഫെദർ ടച്ച്. ഹാ എന്നാ പിന്നെ അതന്നെ വാങ്ങിച്ചോളൂ. ഇത് നിനക്ക് ശരിയാവില്ല, ഇത് എനിക്കേ ശരിയാവും. നിനക്ക് ചേർന്നൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതിനു മുമ്പ് ഇങ്ങോട്ടും വേണം. ഷോ ഞാൻ പറഞ്ഞില്ലേ രാഹുൽ കൃഷ്ണ എന്തുണ്ടെന്ന്. പിന്നെ തരാം. ദേ അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിണങ്ങുവേ. ഷോ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ ബൈ. ഇതാണ് യഥാർത്ഥ സ്നേഹം. രാഹുൽ ടൂറില, അത് മറ്റൊരു രാജ്യത്ത്, പക്ഷെ മനസ്സ് നിന്റെ കൂടെയാ. ചേട്ടായി എന്താ, മന്ത്രി വന്നോ? മന്ത്രിയല്ല, ഏ? മദനകുമാരൻ. വെരി ബ്യൂട്ടിഫുൾ. എന്റെ ഫോൺ നമ്പർ മറക്കണ്ട. ദാ, എടുക്കടാ. എടുക്കട്ടെ. എടുക്ക്. ഹായ്. അവൻ കാണാതെ ഒരെണ്ണം കൂടി എടുക്ക്. ഇത് ഒരു ഫോട്ടോ സെഷൻ ആണോ? അങ്ങനെയൊന്നുമില്ല. ഒരു മിനിറ്റ്, ഈ പോസ്റ്റർ ഒന്ന് എടുത്തേ. എടുക്ക്. എടുക്ക്. ഇനി ഇങ്ങനെ. എടുക്കടാ, എടുക്ക്. ഇനി ഇങ്ങനെ. എടുക്ക്. ഇനി മതി. ഇതെന്റെ ഫ്രണ്ട് മുകുന്ദൻ ഭായ്. വയസ്സധികം ഇല്ലെങ്കിലും വയസ്സനാ. എന്റെ കൂടെ കൂട്ടുകൂടാൻ പേടിയാ. ഞങ്ങളുടെ ഭാര്യമാര് നല്ല ഫ്രണ്ട്സാ. ഇത് ജോൺ. ഹലോ. ദേഹത്തോട്ടുള്ള പരിചയപ്പെടലൊന്നും വേണ്ട കേട്ടോ. കണ്ടില്ലേ, ഇദ്ദേഹത്തെക്കാൾ പഴച്ച്. ഓക്കെ, സീ യു. വാ നെക്സ്റ്റ്. ഹലോ, ട്രിപ്പ് പോയാലോ? അവിടെ നിന്നേ. ഏതാടാ പിഞ്ചു കുഞ്ഞ്? ഇല്ല, 18 വയസ്സ് കഴിഞ്ഞു. ഫ്ലൈറ്റ് വെച്ച് കിട്ടിയതാ. മലയാളിയാ. മലയാളികളെ വിശ്വസിക്കാനേ കൊള്ളില്ല. അതുകൊണ്ട് ഞാൻ എന്റെ സെൽ നമ്പർ തെറ്റിച്ചാ കൊടുത്തത്. എടാ കഴിവേറി, നിന്റെ ഭാര്യ പാവം ശ്രേയ നിന്നെ ഹരിചന്ദ്ര മഹാരാജാവിനേക്കാൾ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇനിയും അവരെ ചതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ ഫോട്ടോസ് എന്തായാലും ഞാൻ അവരുടെ കൈ കൊടുക്കും. കൊടുത്തോ? അപ്പൊ ഞാൻ അവളോട് പറയും, എയർപോർട്ടിൽ കാൽ വഴുതി വീണ എന്നെ ഒരു സഹോദരി താങ്ങിയെടുത്ത് നടത്തുന്നതാണെന്ന്. ശ്രേയക്ക് എന്നോടുള്ള സിമ്പതി കൂടും. നിന്നെ സ്വപ്നം കണ്ട് നടന്നപ്പോഴാണ് ശ്രേയെ ഞാൻ സ്റ്റെപ്പ് തെറ്റി വീണെന്നും കൂടി പറഞ്ഞാൽ ഡബിൾ സിമ്പതി. ബൈ കുറിച്ചെടുക്ക്. രാഹുൽസ് ലോ ഓഫ് മാരേജ്. സ്വയം സന്തോഷിക്കുന്ന ഭർത്താവിനെ തന്റെ ഭാര്യയും സന്തോഷിപ്പിക്കാൻ കഴിയൂ. ചേട്ടായുടെ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഇയാളായിട്ട് സംസാരിക്കാൻ പോലും ചേരുന്നു. ഇവനെ പോലുള്ള ഉപദേശകരാണ് ലൈഫിനെ ഡ്രൈ ആക്കുന്നത്. ബ്രദർ നോക്ക്, വൈവിധ്യം പ്രകൃതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് രാവിലെ കഴിക്കുന്ന ഭക്ഷണമല്ല നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. ഇന്ന് ധരിക്കുന്ന വസ്ത്രമല്ല നമ്മൾ നാളെ ധരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയല്ല 5 വർഷത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത്. 5 വർഷത്തിന് ശേഷം എനിക്ക് പുതിയ വണ്ടിയൊന്നും വേണ്ടെങ്കിലോ? വേണ്ടെങ്കിൽ വേണ്ട. ഒരു ചേഞ്ചിന് വല്ലപ്പോഴും മറ്റൊരു തന്നെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. മക്കളെ, ചുരുക്കത്തിൽ നീ ഉദ്ദേശിക്കുന്നത് സ്ഥിരമായിട്ട് ഒരു ഭാര്യയെ തന്നെ ആശ്രയിക്കരുത്. അതെ. ഐഡിയ കൊള്ളാം, പക്ഷെ ഭാര്യമാർക്കും ഇതൊക്കെ ബാധകമാണ്. അല്ല, വൈവിധ്യം അവർക്കും ആവാന്ന്. ബായ് നന്നാവില്ല. ഇനി 2-3 മാസം ടൂർ ഒന്നുമില്ല. ഞാൻ ഇവിടുത്തെ ബിസിനസ് ശ്രദ്ധിക്കാൻ ഇത് തന്നെ ബിസിനസ് ആക്കിക്കൂടെ? അതിനൊരു സൈഡ് ബിസിനസ് അല്ലേ? ഈ ലോക മാന്ദ്യം പോലെ ഇതിന് വലിയ മാന്ദ്യമൊന്നുമില്ല അല്ലേ? ഇതിനൊരു പഞ്ഞുമില്ല. എന്നാ പിന്നെ ഇത് മെയിൻ ആക്കടാ. ആക്കാം, പക്ഷെ കമ്പനി ഓ, ഇതാ നിന്റെ ആയുധം. താങ്ക്സ്. How are you? ഈ ഫോട്ടോസ് എന്നായാലും ശ്രേയ ചേച്ചിനെ കാണിച്ചു കൊടുക്കണം. ഒരു പ്രയോജനമില്ലടാ. അവൻ പറഞ്ഞ പോലെ ആ പാവത്തിന്റെ സിമ്പതി കൂടുള്ളൂ. ലോകത്തിൽ ഇവനെ പോലെയുള്ള സകല ഫ്രോഡുകൾക്കും ദൈവം ഒരു ആയുധം കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. നാവ്. അതിന്റെ ബലത്തില് ഇവന്മാരെല്ലാരും വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഇതിന്റെ പേരെന്താ, ബ്രാൻഡ് എന്താ, അതൊന്നും എനിക്കറിയില്ല. അവിടെയുള്ളതിൽ ഏറ്റവും കൂടിയ ബോട്ടിൽ തന്നെ തരാൻ പറഞ്ഞു. ഇതിന്റെയൊക്കെ മണം വേണ്ട, പേര് കേട്ടാ മതി അപ്പ തലകറങ്ങും. അച്ഛന് നല്ല തല്ലിന്റെ കുറവാ. രാഹുലിനെ കൂടെ ചീത്തയാക്കും. അങ്ങനൊന്നുമില്ല. ഒരു തെറ്റായ കാര്യം ചെയ്യില്ല എന്ന് ശപഥം ചെയ്താ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാനത് ചെയ്യില്ല. എന്താ സംശയമുണ്ടോ? എപ്പോഴും അങ്ങ് അകന്നിരിക്കാൻ തോന്നുക. അതെന്താ? അകന്നിരിക്കുമ്പോഴാണല്ലോ നീ കൂടുതൽ കൂടുതൽ എന്റെ മനസ്സിലങ്ങ് നിറയുന്നത്. അതെ, കണ്ണ് തട്ടാതിരിക്കാൻ ഞാൻ കുറെ നേർച്ചല നടന്നിട്ടുണ്ട്. നേരാ. ഇത്രയും സൗന്ദര്യമുള്ള ഒരു ഭാര്യയെ കിട്ടിയതിന്
എല്ലാരും എന്നെ കണ്ണുവെക്കുക അസൂയ കൊണ്ട്. തന്നെ കുറിച്ചല്ല, ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും എല്ലാം നല്ലത് പറയുമ്പോഴാ ഭാര്യ സന്തോഷം കൊണ്ട് മതി മറക്കുന്നേ. ഞാനിപ്പോ എല്ലാവരുടെയും മുമ്പില് ആകാശത്തോളം വലുതായി നിക്കാ. ആ ആകാശത്തിന്റെ ചുവട്ടിൽ അല്ല, തണലിൽ നിസ്സാരനായി നിൽക്കുന്ന ഒരു ഭർത്താവിന്റെ സമ്മാനം, ഒരുപാട് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു കുഞ്ഞു സമ്മാനം.